എന്തിനാ പഴംപൊരി കരയണത്? ഈ എവിടെ പോയിട്ടാ വരുന്നത്? ആ കട്ട്ലേറ്റ് അയ്യോ ഒന്നും പറയണ്ട. അന്നെ പോലത്തെ കുറച്ച് ദജ്ജാലുകൾ കാരണം ഞങ്ങളെ പോലുള്ള ഒരു വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കില്ലേ. അല്ല, അതിനിപ്പോ എന്താ അവിടെ പ്രശ്നം നടന്നേ? ഈ ഇങ്ങനെ മോങ്ങാണ്ട് പറയ്. എന്താ കൂടുതൽ പറയാനുള്ളത്? നിങ്ങളെ പോലത്തെ കുറച്ച് ആൾക്കാർ തന്നെയാണ് കാരണം. നിങ്ങളെ പോലത്തെ കുറച്ച് ആൾക്കാരുണ്ട് കുറച്ച് മസാലയും കുത്തി നിർത്താൻ ടേബിളിന്റെ പുറത്താണ്ട് മണ്ടേ കയറേണ്ടിയിരിക്കും. അതുകൊണ്ട് എന്താ ഇനി എന്റെ കൂട്ടുകാരൻ പൊക്കവിടെ ഇപ്പൊ ആർക്കും വേണ്ട. എന്തൊക്കെ പിച്ചും പേയൊക്കെ പറയണ ശരിക്കും പറയ്. ഇപ്പൊ എങ്ങട്ടാ പോണത്? അത് നമ്മളെ സുലൈമാക്കാന്റെ അവിടെ നോമ്പറല്ലേ, അവിടെ ഇന്നെ ക്ഷണിച്ചിക്കണേ. ഞാനാണ് ആ മേശന്ന നടുക്ക് പോയിരിക്കേണ്ടത്. ഞാനല്ല ഇപ്പത്തെ സൂപ്പർ സ്റ്റാർ. ആ അതന്നെയാണ് പ്രശ്നം. പണ്ടത്തെ പെരേക്കും അതേപോലെ തന്നെ വൈകുന്നേരത്തെ കടി എന്ന് പറഞ്ഞാലും നോമ്പിന് സ്പെഷ്യൽ ഞാൻ എന്റെ കൂട്ടുകാരൻ പൊക്കവടി ആയിരുന്നു ആ മേശയുടെ നടുവ് കയറിയിരിക്കല്. ഇപ്പൊ അന്നെ പോലെ കുറച്ച് ആൾക്കാരുണ്ട് മസാല നിറച്ച് അതും ഇതും കാട്ടി വെച്ചിട്ട് അതിന്റെ നടുവ് പോയിരിക്കും. ഇപ്പൊ നിങ്ങളാണല്ലോ വലിയ ആൾക്കാർ. ഇപ്പൊ അതുകൊണ്ട് ഞങ്ങളൊന്നും ആർക്കും വേണ്ട. ഞാനും സുലൈമാന്റെ പെരയിൽ പോയതാണ്. മൂപ്പർക്ക് ഒരു സന്തോഷം ആയിക്കോട്ടെ ആ ടേബിളിന്റെ മണ്ടേ കയറി ഇരിക്കുമ്പോ വിചാരിച്ചിട്ട് അവിടെ കയറി നിന്നപ്പോ മൂപ്പർ ഇങ്ങനെ എടുത്തിട്ട് പറയണേ ഹൈ ഇതിനൊക്കെ ഇവിടെ കൊണ്ടെന്ന് വെച്ചിട്ട് പുറത്ത് കണ്ടെറിഞ്ഞ്. അല്ലെങ്കിൽ ഇപ്പൊ ആർക്കും ഞങ്ങളെ വേണ്ടല്ലോ. ഈ എന്റെ പൊക്കവാടി ഇങ്ങനെ ഒരു മാവിൽ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് പോയാലേ അത് ആർക്കും ഇഷ്ടപ്പെടൂല. ഞാൻ എന്റെ കൂട്ടാനും സമൂസയും കൊറേ മസാലയും കുത്തി തിരികിട്ടാണ് മനസ്സിനെ നടത്തി വയ്ക്കുന്നത്. അപ്പൊ അതെല്ലാവർക്കും ഇഷ്ടാവും. ഇപ്പത്തെ ആൾക്കാർക്ക് അങ്ങ് വെറൈറ്റിയെ ഇഷ്ടമുള്ളൂ. ഓനൊരു വെറൈറ്റി കൊണ്ട് വന്നിട്ട് നിങ്ങൾ ഇപ്പഴല്ലേ കുറച്ച് വലിയ ബന്മാരായത്. പണ്ട് ഞാനും എന്റെ പൊക്കവടി എന്റെ കൂട്ടുകാരനായിട്ടുള്ള ഉള്ളിവടിയും ഓലൊക്കെ തന്നെയായിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ഞങ്ങൾ തന്നെയായിരുന്നു ആ ടേബിളിന്റെ മണ്ടയിൽ നിറയെ ഉണ്ടായിരുന്നത്. ഞങ്ങള് മമ്മൂട്ടി മോഹൻലാലും പോലെ ആയിരുന്നു. ഞങ്ങളായിരുന്നു അന്നത്തെ സൂപ്പർ സ്റ്റാറും താരം ഒക്കെ. ഇപ്പൊ പിന്നെ ആൾക്കാർക്ക് ഞങ്ങളെ വേണ്ടതായി. അല്ലെങ്കിൽ അത് അങ്ങനെയാണല്ലോ. ഇങ്ങനെ വടി പോലെ ഒരു മാവ് പോയിട്ട് ഇങ്ങനെ ഇരുന്ന് എണീച്ച ആർക്കാ ഇഷ്ടപ്പെടുക? ഇത്തിരി വെറൈറ്റി മാവും മസാല ഒക്കെ ഇട്ട് അവർക്ക് നിറച്ചിട്ട് അങ്ങനെ ടേബിളിന്റെ നടുക്ക് വരുന്നൊക്കെ എല്ലാവർക്കും അപ്പൊ ഇന്നേക്ക് ഇഷ്ടം ഉണ്ടാവുക. അല്ലാണ്ടെന്നെ മനുഷ്യന്മാര് വെറൈറ്റി വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് ഇന്നെ കൊണ്ടുപോയിട്ട് അലുവയിലും മത്തിക്കറിയിലും മീൻകറിയിലും ഐസ്ക്രീമിലൊക്കെ മുക്കിയാണ് തിന്നുന്നത്. മനുഷ്യൻ എങ്ങനെയൊക്കെ കൊല്ലാൻ പറ്റും അങ്ങനെയൊക്കെ കൊന്ന് തിന്നുന്നുണ്ട്. ഇനി അതിന്റെ പുറമെ ഞാൻ വേറെ വെറൈറ്റി കൊണ്ടുവരായിട്ടാണ്. അല്ലെങ്കിലേ വന്ന വഴി മറക്കാൻ ആരും പാടില്ല. ഒരു സൈഡിൽ പോയിട്ട് കുറച്ച് പഴംപൊരിയും കുറച്ച് പൊക്കവടി ഇരുന്നു വെച്ചിട്ടേ ഒരാളുടെ തറവാടിത്തരം നിലത്തേക്ക് ഇടിഞ്ഞു പോകാനും പോണില്ല. കുറച്ചൊക്കെ മനുഷ്യത്വമാണ് മനുഷ്യത്വം. അസുഖക്കും കുഷ്മിനൊന്നും വരുന്നില്ല. എന്നാ ഞാൻ പോട്ടെ, 6 മണിയായി. എന്നിട്ടാണ് എനിക്ക് പോയിട്ട് ആ മേച്ചിനെ നടുക്കിരിക്കാൻ. കൂട്ടുകാരൊക്കെ വരും. ഞാൻ പോട്ടെ. അല്ലെങ്കിൽ ഇനി എന്റെ കൂട്ടുകാരന് ഇഷ്ടമുള്ള ആരെങ്കിലും ഒക്കെ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. ഞാൻ വേറെ ആരെങ്കിലും ഒക്കെ പെരേക്ക് കയറി പോവാൻ നോക്കട്ടെ. പഴംപൊരി ഈന്റെ ഒപ്പം വരുന്നുണ്ടോ? ആളെ കളിയാക്കണേനെ ഒരു പരിധി ചെരുപ്പൊരി ഞാനുണ്ട് വേറെ ഉണ്ട് തരും. ഇപ്പോ വെച്ചാലും അവിടെ നിന്ന് എന്റെ കൂട്ടുകാരെ വരുന്നുണ്ടല്ലോ ജോനും കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നാ മതി. പടച്ചവൻ നിന്നെ പടച്ചപ്പോൾ മിഴികൾ കരികൊണ്ട് വരത്തിൽ നാണും കാற்றോടെ കലന്തായി നീ. പഴംപൊരിനെ ഏത് വീട്ടിലും വിളിക്കില്ല എന്നുള്ള പരാതി വേണ്ട. എന്റെ വീട്ടിക്ക് വാ പഴംപൊരി. ഇന്ന് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഈ ദുനിയാവിലുണ്ടല്ലോ. എനിക്ക് സന്തോഷായി. പോവാ. ഏതായാലും ഇന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ താഴെ എന്തായാലും കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ആ കമന്റെങ്കിലും കണ്ടിട്ട് ഞാനൊന്ന് നിർവൃത്തി അടയട്ടെ. നാണും കാற்றോടെ കലന്തായി നീ.